എല്ലാവർക്കും ഒരേ കൂടി ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്ന SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ബയോളജി എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മളിവിടെ തുടക്കം കുറിച്ച മിഷൻ 10th പ്രിലിം 2.0 എന്ന വീഡിയോ സീരീസിൽ ബയോളജിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിൽ ഉൾക്കൊള്ളുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സസ്യഭാഗങ്ങൾക്ക് പച്ചനിറം നൽകുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഹരിതകമാണ്. സസ്യഭാഗങ്ങൾക്ക് പച്ച നിറം നൽകുന്നത് ഹരിതകമാണ് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ സസ്യങ്ങൾക്കൊക്കെ പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ ആണെന്ന് നമുക്കറിയാം. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിത കണങ്ങളിലാണ്. ഇലകളിൽ മാത്രമല്ല പ്രകാശ സംശ്ലേഷണം നടക്കുക. ഈ ഹരിത കണങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം പ്രകാശ സംശ്ലേഷണം നടക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ്, സസ്യ ഭാഗങ്ങൾക്കൊക്കെ പച്ച നിറം നൽകുന്ന വർണ്ണ വസ്തു ഏതെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ഉത്തരമായിട്ട് വരേണ്ടത് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ ആണെന്ന കാര്യം ഓർക്കുക. അതേപോലെ തന്നെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എവിടെയാണ്, ഹരിത കണങ്ങളിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇലകളിൽ മാത്രമല്ല പ്രകാശ സംശ്ലേഷണം നടക്കുക. സസ്യങ്ങളിൽ ഈ പറയുന്ന ഹരിത കണങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം എന്ത് സംഭവിക്കുന്നു, പ്രകാശ സംശ്ലേഷണം നടക്കുന്നു. ഹരിത കണത്തിലെ ഗ്രാനുകളിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു ഭാഗം കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ പരിചയപ്പെട്ട ഹരിതകണത്തിന്റെ ആ ഒരു സ്ട്രക്ചർ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ കാണുന്ന ഈ ഒരു ഡിസ്ക് ഷേപ്പിലുള്ള സ്ട്രക്ചറാണ് ഹരിതകണത്തിനുള്ളത്. ഹരിതകണത്തിന് ഒരു ഇരട്ട പാളികളുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിനുള്ളിൽ ദ്രാവക ഭാഗമുണ്ട്. അതിനെ സ്ട്രോമ എന്നാണ് വിളിക്കുന്നത്. ഓർത്തു വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഹരിതകണത്തിലെ ദ്രാവക ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? സ്ട്രോമ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി സ്തരസഞ്ചികളുടെ അടുക്ക് നമുക്കിവിടെ കാണാം. കോയിലൊക്കെ അടുക്കി വെച്ച പോലെ നമുക്കിവിടെ കാണാൻ പറ്റും. അതിനെയാണ് ഗ്രാന എന്ന് പറയുന്നത്. എന്താണ് ഗ്രാന എന്ന് പറയുന്നത്? ഹരിതകണത്തിൽ കാണപ്പെടുന്ന സ്തരസഞ്ചികളുടെ അടുക്കാണ് എന്ത്, ഗ്രാന എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു, ഹരിതകണം ഒരു ഡിസ്ക് ഷേപ്പാണ്. അതോടൊപ്പം തന്നെ ഇരട്ട പാളികളുള്ള ഒരു സ്ഥലമുണ്ട്. അതിനുള്ളിലായി ഒരു ദ്രാവക ഭാഗമുണ്ട്. അതിനെ നാം വിളിക്കുന്നു സ്ട്രോമ എന്ന്. അതോടൊപ്പം തന്നെ സ്തരസഞ്ചികളുടെ ഒരു അടുക്കുണ്ട് ഉള്ളിൽ. അതിനെ നമ്മൾ ഗ്രാന എന്ന് വിളിക്കുന്നു. ഈ ഗ്രാനയിലാണ് എന്ത് കാണപ്പെടുന്നത് എന്ന് നമ്മൾ പരിചയപ്പെട്ടു, വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് എന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഇവ എന്തിനു സഹായിക്കുന്നുവെന്ന് നമ്മൾ പരിചയപ്പെട്ടു, സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നുവെന്നും പരിചയപ്പെട്ടു. ഏതെല്ലാമാണ് ആ വർണ്ണകങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന് ഹരിതകം A ആണ് അല്ലെങ്കിൽ ക്ലോറോഫിൽ A ആണ്. 2 ഹരിതകം B അല്ലെങ്കിൽ ക്ലോറോഫിൽ B. 3 കരോട്ടിൻ. 4 സാന്തോഫിൽ. ഇവയെല്ലാമാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന ഹരിതകണത്തിലെ വർണ്ണകങ്ങൾ എന്ന കാര്യം ഓർക്കുക. അപ്പൊ ഹരിതകണത്തിലെ ഗ്രാനയിലുള്ള വർണ്ണകങ്ങളാണ് നാം പരിചയപ്പെട്ട ഹരിതകം A, ഹരിതകം B, കരോട്ടിൻ, സാന്തോഫിൽ എന്നിവ. ഇവ എന്തിനു സഹായിക്കുന്നു? സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ട ഹരിതകം A, ഹരിതകം B, കരോട്ടിൻ, സാന്തോഫിൽ എന്നീ വർണ്ണകങ്ങളെല്ലാം നമ്മൾ എടുക്കുമ്പോൾ അതിൽ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന വർണ്ണകം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹരിതകം A ആണെന്ന കാര്യം ഓർക്കുക. ഇവിടെ പരിചയപ്പെട്ട ഹരിതകം Aയും ഹരിതകം Bയും കരോട്ടിനും സാന്തോഫിൽ എന്നീ വർണ്ണകങ്ങൾക്കെല്ലാം തന്നെ എന്തുണ്ട്, പ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നത് ഏതാണ്? ഹരിതകം A ആണെന്ന കാര്യം നോട്ട് ചെയ്യുക. അപ്പൊ മറ്റു വർണ്ണകങ്ങൾ എന്താണ് ചെയ്യുന്നത്? മറ്റു വർണ്ണകങ്ങൾ പ്രകാശത്തെ ആഗിരണം ചെയ്യുന്നു. ആഗിരണം ചെയ്യുന്ന പ്രകാശത്തെ എങ്ങോട്ട് കൊടുക്കുന്നു? ഹരിതകം എയിലേക്ക് കൈമാറുന്നു.
അതുകൊണ്ട് തന്നെ ഇവയെ നാം വിളിക്കുന്നു സഹായക വർണ്ണകങ്ങൾ അല്ലെങ്കിൽ ആക്സസറി പിഗ്മെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഹരിതകം ബി, കരോട്ടിൻ, സാന്തോഫിൽ തുടങ്ങിയവയെ ആക്സസറി പിഗ്മെന്റ്സ് അല്ലെങ്കിൽ സഹായക വർണ്ണകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇവ പ്രകാശത്തെ ആഗിരണം ചെയ്തിട്ട് എങ്ങോട്ട് കൊടുക്കുന്നു? ഹരിതകം എയിലേക്ക് കൈമാറുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പരിചയപ്പെട്ടു. പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന വർണ്ണകം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹരിതകം എ ആണ്. അതോടൊപ്പം തന്നെ സഹായക വർണ്ണകങ്ങളാണ് ഹരിതകം ബി, കരോട്ടിൻ, സാന്തോഫിൽ എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇവ എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മൾ തൊട്ടു മുമ്പ് പരിചയപ്പെട്ടു, ഗ്രാനയിലാണ്. ഹരിതകണത്തിലെ എവിടാണ്? ഗ്രാനയിലാണ് കാണപ്പെടുന്നത് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. ഇനി ഈ വർണ്ണകങ്ങളുടെ നിറം ഒന്ന് അറിഞ്ഞിരിക്കുക. ഹരിതകം എയുടെ നിറം നൽകിയിരിക്കുന്നു നീല കലർന്ന പച്ച നിറമാണ്. ഹരിതകം ബിയിലേക്ക് വരുമ്പോൾ മഞ്ഞ കലർന്ന പച്ച നിറമാണ്. അപ്പൊ ഹരിതകം എ എന്ന് പറയുമ്പോൾ നീല കലർന്ന പച്ച നിറമാണ്. ഹരിതകം ബി എന്ന് പറയുമ്പോൾ മഞ്ഞ കലർന്ന പച്ച നിറമാണ്. കരോട്ടിന്റെ നിറം മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമാണ്. ക്യാരറ്റ് ഓർത്താൽ മതി. കരോട്ടിന്റെ നിറം എന്താണ്? മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമാണ്. സാന്തോഫിലിന്റെ നിറം എന്താണ്? മഞ്ഞ നിറമാണ്. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പൊ വർണ്ണകങ്ങളും അവയുടെ നിറങ്ങളുമാണ് ഇവിടെ പരിചയപ്പെട്ടത്. ഹരിതകം എയുടെ നിറം നീല കലർന്ന പച്ച നിറം, ഹരിതകം ബിയുടേത് മഞ്ഞ കലർന്ന പച്ച നിറം, കരോട്ടിൻ്റെത് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം, സാന്തോഫിലിൻ്റെത് മഞ്ഞ നിറമാണെന്ന് ഈ കാര്യങ്ങൾ ഓർക്കണം. ഇത് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു. ഹരിതകണത്തിന്റെ സ്ട്രക്ചർ ഒരു ഡിസ്ക് ഷേപ്പ്, ഇരട്ട പാളികളുള്ള സ്ഥലം, സ്ട്രോമ, ഹരിതകണത്തിലെ ദ്രാവക ഭാഗം, ഗ്രാന എന്താണ്? സ്തരസഞ്ചികളുടെ അടുക്കാണ് ഗ്രാന എന്ന് പറയുന്നത്. ഇനി പ്രകാശ സംശ്ലേഷണം പ്രധാനമായും 2 ഘട്ടങ്ങളിലൂടെയാണ് പൂർത്തീകരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്? ഇവിടെ ഈ ഒരു ചിത്രത്തിൽ കാണാം. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ സൂര്യപ്രകാശത്തിന്റെയും ക്ലോറോഫിലിന്റെയും സാന്നിധ്യത്തിൽ എന്തായി മാറുന്നു? ഗ്ലൂക്കോസും ഓക്സിജനുമായിട്ട് മാറുന്ന ഒരു പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഈ പ്രകാശ സംശ്ലേഷണം നടക്കപ്പെടുന്നത് 2 ഘട്ടങ്ങളിലൂടെയാണ് എന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നു. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് പരിചയപ്പെട്ട ഈ ഒരു ഇക്വേഷനിലേക്ക് വരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ജലവും സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ക്ലോറോഫിലിൽ വെച്ചിട്ട് എന്തായിട്ട് മാറുന്നു? ഈ പറയുന്ന ഗ്ലൂക്കോസും അതോടൊപ്പം തന്നെ ഓക്സിജനുമായിട്ട് മാറുന്നു. ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവാനായിട്ട് പ്രധാനമായിട്ടും 2 ഘട്ടങ്ങളുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അതിൽ ഒന്നാമത്തെ ഘട്ടത്തെ നാം പ്രകാശഘട്ടം എന്ന് പറയുമ്പോൾ 2ാം ഘട്ടത്തെ നമ്മൾ ഇരുണ്ട ഘട്ടം എന്നാണ് പറയുക. PSC ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇരുണ്ട ഘട്ടം നടക്കുന്ന എവിടെ വെച്ചിട്ട്, പ്രകാശഘട്ടം നടക്കുന്ന എവിടെ വെച്ചിട്ട്. നമുക്കറിയാം, നമ്മൾ എഴുതാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ഈ പറയുന്ന ഓരോ പോയിന്റുകളും ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട്, പണ്ടൊക്കെ പല പല ചോദ്യങ്ങളായിട്ട് ചോദിച്ചിരുന്നത് ഇവിടെ എന്താണ്? ഒരു ചോദ്യത്തിനുള്ളിൽ തന്നെ വരാം. അപ്പൊ ഇവിടെ എന്താണ്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് 2 ഘട്ടങ്ങളിലൂടെയാണ്. ഒന്ന് പ്രകാശഘട്ടം, രണ്ടാമത്തത് ഇരുണ്ട ഘട്ടം. ആ പ്രകാശഘട്ടം എവിടെ വെച്ച് നടക്കുന്നു? ഗ്രാനയിൽ വെച്ച് നടക്കുന്നു. ഗ്രാന എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞു പോയിട്ടില്ലല്ലോ. ഹരിതകണത്തിൽ കാണപ്പെടുന്ന സ്തരസഞ്ചികളുടെ അടുക്കാണ് ഗ്രാന. ഇരുണ്ട ഘട്ടം എവിടെ വെച്ച് നടക്കുന്നു? സ്ട്രോമയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. സ്ട്രോമ എന്താണ്? ഹരിതകണത്തിലെ ദ്രാവക ഭാഗമാണ്. അപ്പൊ ഹരിതകണത്തിൽ വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. 2 ഘട്ടങ്ങളായിട്ട് നടക്കുന്നു. ഒന്ന് എവിടെ വെച്ച് നടക്കുന്നു? ആദ്യത്തെ ഘട്ടം ഗ്രാനയിൽ വെച്ച് നടക്കുന്നു. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പ്രകാശഘട്ടം എന്ന് വിളിക്കുന്നു. രണ്ടാമത്തേത് എന്താണ്? സ്ട്രോമയിൽ വെച്ച് നടക്കുന്നു. അതിനെ എന്തെന്ന് വിളിക്കുന്നു? ഇരുണ്ട ഘട്ടം എന്ന് വിളിക്കുന്നു. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. പ്രകാശഘട്ടം, ആ പേരിൽ നിന്ന് തന്നെ ഓർത്തിരിക്കുക. പ്രകാശം ഉപയോഗിക്കുന്ന ഘട്ടം പ്രകാശഘട്ടം. പ്രകാശ സംശ്ലേഷണത്തിൽ പ്രകാശം ഉപയോഗിക്കുന്ന ഘട്ടം ചോദിച്ചാൽ പ്രകാശഘട്ടമാണ്. ഇനി പ്രകാശം ഉപയോഗിക്കാത്ത ഘട്ടം ചോദിച്ചാൽ ഇരുണ്ട ഘട്ടമാണ്. ഇനി പ്രകാശഘട്ടത്തിൽ ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു. നമുക്കറിയാം, ജലം എന്ന് പറഞ്ഞാൽ H2O ആണ്. അത് വിഘടിക്കപ്പെടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഓക്സിജൻ എന്ത് ചെയ്യുന്നു? പുറന്തള്ളപ്പെടുന്നു. നമുക്കറിയാം, പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ പുറന്തള്ളപ്പെടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സ്വീകരിക്കപ്പെടുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ പുറന്തള്ളപ്പെടുന്ന വാതകം എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഓക്സിജൻ ആണ്.
ആ ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ്? പ്രകാശഘട്ടത്തിലാണ്. അപ്പൊ പ്രകാശഘട്ടം നടക്കപ്പെടുന്നത് എവിടെ വെച്ചിട്ടാണ്? ഗ്രാനയിൽ വെച്ചിട്ടാണ്. ആ ഒരു സമയത്ത് വിഘടിക്കുമ്പോൾ H2O വിഘടിച്ച് ഓക്സിജനും ഹൈഡ്രജനുമായിട്ട് മാറുമ്പോൾ ഹൈഡ്രജൻ എങ്ങോട്ട് പോകും? അടുത്ത ഘട്ടത്തിലേക്ക്, സ്ട്രോമയിലേക്ക് പോകും. ഇവിടെ പ്രകാശോർജം രാസോർജമാക്കി ATP ആയിട്ട് എന്താണ് സംഭരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ATP ആയിട്ട് പ്രകാശോർജത്തെ രാസോർജമാക്കി ATP രൂപത്തിൽ സംഭരിക്കുന്ന ഏത് ഘട്ടത്തിലാണ്? പ്രകാശഘട്ടത്തിലാണെന്ന കാര്യം ഓർക്കുക. അപ്പൊ എന്താണ് ATP? ജീവകോശങ്ങൾ ഉപാപചയ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടക്കണമെങ്കിൽ ഊർജ ലഭ്യത ഉറപ്പാക്കേണ്ടതുണ്ട്. ഊർജത്തിന്റെ നിരന്തര കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന തന്മാത്രയാണ് ATP എന്ന് പറയുന്നത്. ATPയുടെ പൂർണ്ണരൂപം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നതാണ് ATPയുടെ പൂർണ്ണരൂപം. ഈ ATP തന്മാത്ര വിഘടിച്ചിട്ട് ADPയും അതുപോലെ തന്നെ ഫോസ്ഫേറ്റുമായിട്ട് മാറുന്നു. ADPയുടെ പൂർണ്ണരൂപം അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് എന്നാണ്. ഇങ്ങനെ വിഘടിക്കുമ്പോൾ എന്ത് സ്വാതന്ത്ര്യമാകുന്നു? ഊർജം സ്വതന്ത്രമാകുന്നു. എങ്ങനെ സ്വാതന്ത്ര്യമാകുന്ന? ഊർജം ഉപയോഗിച്ചാണ് ഉപാപചയ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. പിന്നീട് ഈ ADP എന്ത് ചെയ്യുന്നു? ഊർജം സ്വീകരിച്ച് അല്ലെങ്കിൽ ഊർജം സംഭരിച്ച് വീണ്ടും എന്തായി മാറും? ATP ആയിട്ട് തീരുന്നു. ഇങ്ങനെ ഊർജവിനിമയം നടത്തുന്നത് കൊണ്ട് ATPനെ നാം എന്തെന്ന് വിളിക്കുന്നു? PSC റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യം, കോശത്തിന്റെ ഊർജ നാണയം എന്നറിയപ്പെടുന്നു. കോശത്തിന്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ATP ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ആ ഒരു ATP എവിടെ നിന്ന് ഉണ്ടാകുന്നു? പ്രകാശഘട്ടത്തിൽ ഉണ്ടാകുന്നു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇരുണ്ട ഘട്ടമാണ്. പ്രകാശഘട്ടത്തെ തുടർന്ന് നടക്കുന്നതാണ് ഇരുണ്ട ഘട്ടം. അവിടെ പ്രകാശം ഉപയോഗിക്കുന്നില്ല. അത് നടക്കുന്ന എവിടെ വെച്ചിട്ടാണെന്ന് പറഞ്ഞു? സ്ട്രോമയിൽ വെച്ചിട്ടാണെന്ന കാര്യം ഓർക്കുക. ഹരിതകണത്തിലെ ദ്രാവക ഭാഗമാണ് സ്ട്രോമ എന്ന കാര്യം ഓർക്കുക. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ATPയിലെ ഊർജം ഉപയോഗിച്ച് ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്ത് എന്ത് രൂപീകരിക്കുന്നു? ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു എന്ന കാര്യം ഓർക്കുക. നമ്മൾ തൊട്ട് മുമ്പ് പരിചയപ്പെട്ടിരുന്നു. നമ്മുടെ അവസാനത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഓക്സിജനെ എന്ത് ചെയ്യാണ്? പുറംതള്ളുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ രണ്ടാമത്തെ ഘട്ടത്തിലാണ് എന്ത് രൂപം കൊള്ളുന്നത്? ഗ്ലൂക്കോസ് രൂപം കൊള്ളുന്നത്. ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കൂട്ടിച്ചേർത്ത് ഗ്ലൂക്കോസ് രൂപം കൊള്ളുന്നു. C6H12O6 എന്താന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസ് ആണെന്ന് പഠിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണെന്ന കാര്യം ഓർക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് രണ്ട് ഘട്ടങ്ങളിലൂടെയാണ് പ്രകാശ സംശ്ലേഷണം പൂർത്തീകരിക്കുന്നത്. അതിൽ ഒന്നാം ഘട്ടത്തെ പ്രകാശഘട്ടമെന്നും രണ്ടാം ഘട്ടത്തെ ഇരുണ്ട ഘട്ടമെന്നും അറിയപ്പെടുന്നു. പ്രകാശഘട്ടം എവിടെ വെച്ച് നടക്കുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഗ്രാനയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇരുണ്ട ഘട്ടം സ്ട്രോമയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. എന്താണ് ഗ്രാന? ഹരിതകണത്തിൽ കാണപ്പെടുന്ന സ്തരസഞ്ചികളുടെ അടുക്കാണ് ഗ്രാന. അതേസമയത്ത് ഹരിതകണത്തിലെ ദ്രാവക ഭാഗമാണ് സ്ട്രോമ എന്ന് പറയുന്നത്. പ്രകാശം ഉപയോഗിക്കുന്ന പ്രകാശഘട്ടം, അവിടെ ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു. ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് എത്തുന്നു. പ്രകാശോർജം രാസോർജമായി ATP ആയിട്ട് സംഭരിക്കുന്നു. തുടർന്ന് അടുത്ത ഘട്ടത്തിൽ, ഇരുണ്ട ഘട്ടത്തിൽ ATPയിലെ ഊർജം ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയുടെ പേരുണ്ട്. ഈ ഒരു പ്രകാശ സംശ്ലേഷണമൊക്കെ നടക്കുന്ന സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഒക്കെ ഫലമായിട്ട് ഓക്സിജൻ ഉണ്ടാകുന്നുവെന്ന് തെളിയിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജോസഫ് പ്രിസ്ലി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മളിവിടെ പറഞ്ഞു പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് എന്ത് രൂപം കൊള്ളുന്നു? ഓക്സിജൻ രൂപം കൊള്ളുന്നു. അങ്ങനെ ഓക്സിജൻ ഉണ്ടാകുന്നുവെന്ന് തെളിയിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജോസഫ് പ്രിസ്ലി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒന്നാമത്തെ ഘട്ടത്തിൽ, അതായത് പ്രകാശഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു? ജലം വിഘടിക്കുന്നു. വിഘടിച്ചിട്ട് എന്ത് സ്വാതന്ത്ര്യമാകുന്നു? ഓക്സിജൻ പുറംതള്ളപ്പെടുന്നു നമ്മൾ പഠിച്ചു. ഇങ്ങനെ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് പുറത്തു വരുന്ന ഓക്സിജന്റെ ഉറവിടം ജലമാണെന്ന് തെളിയിച്ചത് ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് CB വാൻ നീൽ ആണെന്ന കാര്യം ഓർക്കുക. അദ്ദേഹത്തിന്റെ പേരെന്താണ്? CB വാൻ നീൽ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അത് നമ്മൾ രണ്ട് കാര്യങ്ങൾ പരിചയപ്പെട്ടു. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് ഓക്സിജൻ ഉണ്ടാകുന്നുവെന്ന് തെളിയിച്ചത് ജോസഫ് പ്രിസ്ലിയാണ്. ആ ഓക്സിജൻ ഉണ്ടാകുന്ന ജലം വിഘടിച്ചിട്ടാണെന്ന് തെളിയിച്ചത് ആരാണ്? CB വാൻ നീൽ ആണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷകൾക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദ്യങ്ങൾ ചോദിക്കും. ഇതെല്ലാം ചോദ്യങ്ങളായിട്ട് പല സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് മുന്നിലേക്ക് എത്താവുന്നതാണ്.
ഇനി അറിഞ്ഞിരിക്കുക, പ്രകാശഘട്ടത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത് നമ്മൾ പരിചയപ്പെട്ടു. ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ മെൽവിൻ കാൽവിൻ എന്ന ശാസ്ത്രജ്ഞനാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തെ നമ്മൾ കാൽവിൻ ചക്രം എന്നും അറിയപ്പെടുന്നു. അപ്പൊ എന്താണ്, പ്രകാശഘട്ടത്തിന്റെ തുടർച്ചയായിട്ടാണ് എന്ത് നടക്കുന്നത് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇരുണ്ട ഘട്ടം നടക്കുന്നതെന്ന് പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസപ്രവർത്തനങ്ങളൊക്കെ കണ്ടെത്തുന്ന ആരാണ്? മെൽവിൻ കാൽവിൻ എന്ന ശാസ്ത്രജ്ഞനാണ്. അതിനാൽ ഇത് കാൽവിൻ ചക്രം അല്ലെങ്കിൽ കാൽവിൻ സൈക്കിൾ എന്നറിയപ്പെടുന്നു. ഈ ഒരു കണ്ടെത്തലിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നു 1961. അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നു ഈ ഒരു കണ്ടെത്തലിന്. ഏത് വർഷമാണ്? 1961 ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ കാൽവിൻ ചക്രം എന്ന് പറയുന്നത് ഈ ഒരു ഇരുണ്ട ഘട്ടമാണ്. ആ ഒരു ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസപ്രവർത്തനങ്ങളൊക്കെ കണ്ടെത്തുന്നത് മെൽവിൻ കാൽവിൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കാൽവിൻ ചക്രം എന്നും അറിയപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ കണ്ടെത്തലിന് അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നു? നോബൽ സമ്മാനം ലഭിക്കുന്നു. നോബൽ സമ്മാനം ലഭിച്ച വർഷം 1961 എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ 3 ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഒന്ന് മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന പേര് നമ്മൾ പരിചയപ്പെട്ടു. അതിനു മുമ്പ് നമ്മൾ പരിചയപ്പെട്ടത് ജോസഫ് പ്രിസ്ലി എന്ന് പറയുന്ന പേരാണ്. അതായത് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് ഓക്സിജൻ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞത് ജോസഫ് പ്രിസ്ലി ആണ്. അതേസമയത്ത് ഈ ഓക്സിജൻ വരുന്നത് ജലം വിഘടിച്ചിട്ടാണെന്ന് പറഞ്ഞ CB വാൻ നീലാണെന്ന് ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടേണ്ടത്, ജലത്തിൽ വളരെ വേഗം ലയിക്കുന്നതിനാൽ ഗ്ലൂക്കോസിനെ സസ്യശരീരത്തിൽ സംഭരിക്കാനാവില്ല. നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു, പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് ആണ് രൂപം കൊള്ളുന്നത്. ഈ ഗ്ലൂക്കോസ് എന്താണ്? ജലത്തിൽ വേഗത്തിൽ ലയിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ സസ്യ ശരീരത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? സംഭരിക്കാൻ പറ്റില്ല. തന്മൂലം സസ്യങ്ങൾ ഗ്ലൂക്കോസിനെ അലേയമായി എന്തായിട്ട് മാറ്റുന്നു? അന്നജ രൂപത്തിൽ ഇലകളിൽ സംഭരിക്കുന്നു. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, സസ്യങ്ങൾ ഗ്ലൂക്കോസിനെ സംഭരിക്കുന്നത് ഏത് രൂപത്തിലാണ് എന്ന് ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സസ്യങ്ങൾ ഇലകളിൽ ഗ്ലൂക്കോസിനെ സംഭരിക്കുന്നത് അന്നജ രൂപത്തിലാണ്. എന്താണ്? സസ്യങ്ങൾ ഈ പറയുന്ന ഗ്ലൂക്കോസിനെ ഇലകളിൽ സംഭരിക്കുന്ന എന്ത് രൂപത്തിലാണ്? അന്നജ രൂപത്തിലാണ്. അപ്പൊ സസ്യങ്ങളെ ഗ്ലൂക്കോസിനെ ആലയമായ അന്നജ രൂപത്തിലാണ് ഇലകളിൽ സംഭരിക്കുന്നത്. ജീവൽ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജ്ജ സ്രോതസ്സായും വളർച്ചയ്ക്കാവശ്യമായ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതിനും സസ്യങ്ങൾ അന്നജം പ്രയോജനപ്പെടുത്തുന്നു. അന്നജം പിന്നീട് സൂക്രോസായി മാറി ഫ്ലോയം കുഴലുകളുടെ മറ്റ് സസ്യഭാഗങ്ങളിൽ വിവിധ രൂപങ്ങൾ എന്ത് ചെയ്യുന്നു? സംഭരിക്കപ്പെടുന്നു. ഈ അന്നജം പിന്നീട് എന്തായിട്ട് മാറും? സൂക്രോസ് ആയിട്ട് മാറും. അന്നജം പിന്നീട് എന്തായിട്ട് മാറും? സൂക്രോസ് ആയിട്ട് മാറും. അപ്പൊ പ്രകാശ സംശ്ലേഷണം നടക്കുന്നു. പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ആ ഗ്ലൂക്കോസ് എന്താണ്? ജലത്തിൽ വേഗത്തിൽ ലയിക്കും. അതുകൊണ്ട് അത് അന്നജ രൂപത്തിൽ എന്ത് ചെയ്യുന്നു? സംഭരിക്കുന്നു. ഈ അന്നജം പിന്നീട് എന്തായിട്ട് മാറുന്നു? സൂക്രോസ് ആയിട്ട് മാറുന്നു. ആ സൂക്രോസ് പിന്നെ എന്ത് ചെയ്യുന്നു? ഫ്ലോയം കുഴലുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മറ്റ് സസ്യഭാഗങ്ങളിലൊക്കെ എത്തി അവിടെ എന്താണ്? വിവിധ രൂപങ്ങളിൽ സംഭരിക്കുന്നു. അല്ലെങ്കിൽ അതൊക്കെ എന്താണ്? വിവിധ രൂപങ്ങളിൽ വിവിധ ഭാഗങ്ങളിലായിട്ട് സംഭരിക്കുന്നു. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ഗ്ലൂക്കോസ് അന്നജമായി അന്നജം സൂക്രോസായി ആ സൂക്രോസ് രൂപത്തിൽ തന്നെയാണ് കരിമ്പിൽ എന്ത് ചെയ്യുന്നത്? സംഭരിക്കുന്നത്. കരിമ്പില് സൂക്രോസ് ആയിട്ട് തന്നെ സംഭരിക്കുന്നു എന്ന് കാര്യം ഓർക്കുക. ഇനി ഈ പറയുന്ന അന്നജ രൂപത്തിൽ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ സംഭരിക്കുന്നു. ഗ്ലൂക്കോസ് അന്നജ രൂപത്തിലാണ് എന്തിൽ സംഭരിക്കുന്നത്? കിഴങ്ങ് വർഗ്ഗങ്ങളിൽ സംഭരിക്കുന്നത്. പ്രോട്ടീന്റെ രൂപത്തിലാണ് പയറുവർഗ്ഗങ്ങളിൽ സംഭരിക്കുന്നത്. കൊഴുപ്പ് രൂപത്തിലാണ് എണ്ണക്കുരുക്കളിൽ സംഭരിക്കുന്നത്. ഫ്രക്ടോസ് രൂപത്തിലാണ് പഴവർഗ്ഗങ്ങളിൽ സംഭരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കിഴങ്ങു വർഗ്ഗങ്ങളിൽ ഏത് രൂപത്തിലാണ് ഗ്ലൂക്കോസ് സംഭരിക്കുന്നത്? അന്നജ രൂപത്തിൽ. പ്രോട്ടീൻ പയറുവർഗ്ഗങ്ങളിൽ പ്രോട്ടീൻ രൂപത്തിൽ. എണ്ണക്കുരുക്കളിൽ കൊഴുപ്പ് രൂപത്തിൽ. അതേപോലെ തന്നെ ഫ്രക്ടോസിന്റെ രൂപത്തിലാണ് പഴവർഗ്ഗങ്ങളിൽ. മറ്റൊന്ന് സൂക്രോസ് ആയിട്ട് കരിമ്പിൽ എന്ത് ചെയ്യുന്നു? സംഭരിക്കുന്നു. ഇപ്പൊ പ്രകാശ സംശ്ലേഷണം ശേഷം ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഗ്ലൂക്കോസ് അന്നജമായിട്ട് ഇലകളിൽ എന്ത് ചെയ്യുന്നു? സംഭരിക്കുന്നു. അത് പിന്നീട് സൂക്രോസ് ആയിട്ട് മാറുന്നു. ഫ്ലോയം കുഴലുകളിലൂടെയൊക്കെ സഞ്ചരിച്ച് അത് എങ്ങോട്ട് പോകുന്നു? വിവിധ ഭാഗങ്ങളിലൊക്കെ അതിനിടയിലൂടെ ഉപാപചയ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു. അങ്ങനെ അത് വിവിധ ഭാഗങ്ങളിൽ ചെന്ന് അവിടെ എന്ത് ചെയ്യാണ്? വിവിധ രൂപങ്ങളിൽ സംഭരിക്കപ്പെടുകയാണ്. അതിൽ കിഴങ്ങു വർഗ്ഗങ്ങളിൽ അന്നജ രൂപത്തിലും, പയറുവർഗ്ഗങ്ങളിൽ പ്രോട്ടീൻ രൂപത്തിലും, എണ്ണക്കുരുക്കളിൽ കൊഴുപ്പ് രൂപത്തിലും, പഴവർഗ്ഗങ്ങളിൽ ഫ്രക്ടോസ് രൂപത്തിലും, കരിമ്പിൽ എന്ത് രൂപത്തിലാണ്? സൂക്രോസ് രൂപത്തിലുമാണ് സംഭരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മറ്റൊരു ടേമാണ് രാസസംശ്ലേഷണം. ഭൂമിയിലെ എല്ലാ ഉൽപാദകരും സൂര്യപ്രകാശത്തെ ആശ്രയിക്കുന്നവരല്ല. കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയ ഇതിനൊരു ഉദാഹരണമാണ്. നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ഉൽപാദകരും എന്തല്ല? സൂര്യപ്രകാശത്തെ ആശ്രയിക്കുന്നവരല്ല.
കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയ എന്താണ് ഇതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നു. രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ചാണ് ഇവ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ സൂര്യപ്രകാശത്തിൽ നിന്നാണ് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നാം ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും സസ്യങ്ങളെയൊക്കെ ഉൽപാദകരെന്ന് പറയും. അപ്പൊ എല്ലാ ഉൽപാദകരും സ്വയം ഊർജം ഉൽപ്പാദിപ്പിക്കുന്നവരെ ഉൽപാദകരെന്ന് പറയുന്നു. അപ്പൊ എല്ലാ ഉൽപാദകരും സ്വയം ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലൊന്നുമല്ല. അവയ്ക്ക് ഒരു ഉദാഹരണമായിട്ട് വരുന്നു സൾഫർ ബാക്ടീരിയ. അവ എന്ത് ചെയ്യുന്നു, രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ചിട്ട് ഇവ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പ്രക്രിയയെ നാം വിളിക്കുന്നു രാസ സംശ്ലേഷണം അല്ലെങ്കിൽ കീമോസിന്തസിസ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ സംശ്ലേഷണം എന്ന് പറയുന്നത് എന്താണ്, രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയെ നാം വിളിക്കുന്നു രാസസംശ്ലേഷണം എന്ന്. പ്രകാശം ഉപയോഗിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുമ്പോൾ നാം വിളിച്ചു പ്രകാശ സംശ്ലേഷണമെങ്കിൽ ഇവിടെ രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു, അപ്പോൾ നാം വിളിച്ചു രാസസംശ്ലേഷണം എന്ന്. അതിനൊരു ഉദാഹരണം പറഞ്ഞു സൾഫർ ബാക്ടീരിയ. ഇനി ആൽഗകളും സസ്യ പ്ലവകങ്ങളും എന്ന് പറയുന്നതാണ് മറ്റൊരു ചെറിയൊരു ഖണ്ഡികയായിട്ട് നൽകിയത്. വൈവിധ്യമാർന്നതാണ് ആൽഗകളുടെ ലോകം. അവയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വർണ്ണകത്തിന്റെ തോത് അനുസരിച്ച് പച്ച, ചുവപ്പ്, തവിട്ട് നിറങ്ങളിലുള്ള ആൽഗകളുണ്ട്. വലുപ്പത്തിലുമുണ്ട് വൈവിധ്യം. സൂക്ഷ്മമായവ മുതൽ അനേകം മീറ്ററുകൾ നീളമുള്ളവ വരെ ഈ പറയുന്ന ആൽഗകളുടെ ഗണത്തിലുണ്ട്. വലിയ ഇനത്തിൽപ്പെട്ട തവിട്ട് നിറമുള്ള ആൽഗയാണ് സർഗാസം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം സർഗാസം എന്നാൽ എന്താണ്, ആൽഗയാണെന്ന കാര്യം ഓർക്കുക. സർഗാസം എന്നാൽ എന്താണ്, ആൽഗയാണ്. വലിയ ഇനത്തിൽപ്പെട്ട തവിട്ട് നിറമുള്ള ആൽഗയാണ് സർഗാസം എന്ന് പറയുന്നത്. സമുദ്രജലത്തിനു മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മ ജീവികളാണ് സസ്യപ്ലവകങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്, സമുദ്ര ജലത്തിനു മുകളിൽ സ്വാതന്ത്ര്യമായിട്ട് പൊങ്ങിക്കിടക്കുകയും അവ എന്ത് ചെയ്യുന്നു, പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. അവയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇത്തരത്തിലുള്ള സൂക്ഷ്മ ജീവികളെയാണ് നാം പറയുന്നത് സസ്യ പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഉദാഹരണമായിട്ട് ഡെസിമിഡുകളും അതുപോലെ തന്നെ ഗോൾഡൻ ആൽഗകളും സയാനോ ബാക്ടീരിയകളും ഒക്കെ എന്തിനു ഉദാഹരണമാണ്, ഈ പറഞ്ഞ സസ്യ പ്ലവകങ്ങൾക്ക് ഉദാഹരണമാണെന്ന കാര്യം ഓർക്കുക. അപ്പൊ എന്താണ് സസ്യപ്ലവകങ്ങൾ എന്ന് പറയുന്നത്, സമുദ്ര ജലത്തിന് മുകളിൽ സ്വതന്ത്രമായിട്ട് പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികളാണ്. ഉദാഹരണം ഓർത്തിരിക്കണം, ഡെസിമിഡുകൾ, ഗോൾഡൻ ആൽഗകൾ, സയാനോ ബാക്ടീരിയ, അതൊക്കെ എന്തിനു ഉദാഹരണമാണ്, സസ്യ പ്ലവകങ്ങൾക്ക് ഉദാഹരണമാണ്. ഇവയൊക്കെ എന്ത് നടത്തുന്നു, പ്രകാശ സംശ്ലേഷണം നടത്തുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത് ആഗോള താപനത്തെ കുറിച്ച് ഈ ഒരു ചാപ്റ്ററിൽ ചെറിയൊരു ഖണ്ഡിക നൽകുന്നുണ്ട്. ആഗോള താപനത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ്, ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ പ്രതിഭാസത്തെയാണ് നാം എന്തെന്ന് പറയുന്നത്, ആഗോള താപനം എന്ന് പറയുന്നത്. എന്താണ് ആഗോള താപനം എന്ന് പറയുന്നത്, ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ പ്രതിഭാസം. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നതാണ് ഒരു മുഖ്യ കാരണമായിട്ട് പറയുന്നത്. അപ്പൊ അതിനെ ഒരു പരിധി വരെ തടയാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, സസ്യങ്ങൾ സഹായിക്കുന്നുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവ് നിയന്ത്രിക്കുന്നതിനെ സഹായിക്കുന്ന സസ്യങ്ങൾ നടത്തുന്ന പ്രക്രിയയാണ് നാം ഇത്രയും നേരം പരിചയപ്പെട്ട പ്രകാശ സംശ്ലേഷണം. അപ്പൊ ആ ഒരു പ്രക്രിയയിലൂടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നമ്മുടെ അന്തരീക്ഷത്തിൽ നിയന്ത്രിക്കാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, ഈ പറയുന്ന സസ്യങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതും കൂടെ ഓർത്തിരിക്കുക. ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഈ പറയുന്ന ആഗോള താപനത്തിന് കാരണമാകുന്ന മറ്റ് ഗ്യാസസുകളെ ഒന്ന് ഓർത്തിരിക്കുക. അവയാണ് ഒന്ന് വാട്ടർ വേപ്പർ ഉണ്ട്, മറ്റൊന്ന് നമ്മൾ പരിചയപ്പെട്ടു കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മീഥേൻ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, ഓസോൺ ഉണ്ട്. ദ പ്രൈമറി ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ എർത്ത് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഗ്യാസസുകളൊക്കെയാണ്. ഒന്ന് വാട്ടർ വേപ്പർ, 2 കാർബൺ ഡൈ ഓക്സൈഡ്, 3 മീഥേൻ ഉണ്ട്, 4 നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, ഓസോൺ ഉണ്ട്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ തുടങ്ങിയവയ്ക്ക് എന്താണ്, ഗ്രീൻ ഹൗസ് ഗ്യാസസിന് ഉദാഹരണങ്ങളാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. നമ്മളിവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്ന 9ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായമാണ് ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്ന അധ്യായമാണ്. പരീക്ഷയ്ക്ക് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ പോലും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന പരീക്ഷയിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തരത്തിലൊരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ
OMR ഷീറ്റിലൂടെ അതൊരു മാർക്കായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ തുടർന്നും ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ സഹകരണം, അതായത് നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ ഷെയറും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കമന്റ് രൂപത്തിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ, ഇനി വരാൻ പോകുന്ന 10th പ്രിലിം എക്സാമിനേഷന് സഹായപ്രദമായിട്ടുള്ള നിരവധി ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഒപ്പം കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണപ്പെടുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാവുന്നതാണ്. തികച്ചും സൗജന്യമായിട്ട് ഓരോ ക്ലാസ്സുകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അടുത്തൊരു ക്ലാസ്സിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.